നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2022 മാത്രം UK-യിൽ 40,000-ലധികം നഴ്സുമാർ ജോലി ഉപേക്ഷിച്ചു പോയി എന്ന് BBC റിപ്പോർട്ട്. UK-യിലെ ജീവിത ചെലവ് താങ്ങാനാകാത്ത വിധം വർദ്ധിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2019-ലെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ലോകമെങ്ങും അടച്ചിടലിന്റെ ഭീഷണിയിലായിരുന്നു. അതുകൊണ്ടുതന്നെ ലണ്ടനിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും സാമ്പത്തിക വ്യവസ്ഥിതിയെ അത് സാരമായി ബാധിച്ചിട്ടുമുണ്ട്. കോവിഡിന്റെ അടച്ചിടൽ സമയത്ത് ഹോട്ടലുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഗതാഗതം എന്നിവയ്ക്കെല്ലാം വേണ്ടി ജനങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചെലവഴിച്ചിരുന്നുള്ളൂ. അവശ്യ സാധനങ്ങൾ മാത്രമേ വിറ്റഴിഞ്ഞിരുന്നുള്ളൂ. ഇത് ലോകം മുഴുവൻ ഉണ്ടായ പ്രശ്നമാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് മുക്തി നേടാൻ തുടങ്ങി. ഈ സമയത്താണ് റഷ്യ-ഉക്രൈൻ യുദ്ധം ഉണ്ടാകുന്നത്. ഇത് യൂറോപ്പിലെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, റഷ്യ UK-ക്ക് അത്ര നിസ്സാരമല്ലാത്ത ഒരു പണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ റഷ്യ ഇതിൽ നിന്നും കരകയറി എന്ന് മാത്രമല്ല, തിരിച്ച് UK-ക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് റഷ്യ കൊടുത്തത്. റഷ്യ UK-യിലേക്ക് ഭക്ഷ്യ കയറ്റുമതി നിർത്തി. ഇതോടെ UK-യിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില 10 മടങ്ങ് വർദ്ധിച്ചു. ഇതിനു പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഗ്യാസിൻ്റെ സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്. റഷ്യ ഈ കയറ്റുമതിയും കുറച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഒപെക് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിച്ചു. ഇതും റഷ്യയിൽ പണപ്പെരുപ്പം വർദ്ധിക്കാൻ കാരണമായി. ഇത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാനും കാരണമായി. യുക്രൈൻ യുദ്ധം മൂലം ഇന്ധനം, ഊർജം, ഭക്ഷണം എന്നിവയുടെ ചെലവ് കുതിച്ചുയരുകയാണ്. ഇതോടെ ജനങ്ങൾ ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടിത്തുടങ്ങി. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് കുറയാൻ ഇത് കാരണമായി. ഇത് കൂടുതൽ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥയെ വളരെ ദോഷകരമായാണ് ബാധിച്ചിട്ടുള്ളത്. എല്ലാ പ്രധാന കറൻസികൾക്കുമെതിരെ ഏതാനും മാസങ്ങളായി മികച്ച നിലയിലായിരുന്നു പൗണ്ട്. എന്നാൽ ഇപ്പോൾ പൗണ്ടിൻ്റെ മൂല്യം വീണ്ടും കുറഞ്ഞു വരികയാണ്. അടുത്ത 2 വർഷം UK-യിൽ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന ആഘാതം വലുതായിരിക്കുമെന്നും, പലിശ നിരക്കായും ബില്ലുകളായും വിലക്കയറ്റമായും അത് കുടുംബങ്ങളെ ശ്വാസം മുട്ടിക്കും എന്നുമുള്ള മുന്നറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിന്ററിൽ സ്ഥിതി കൂടുതൽ മോശമാകും എന്ന മുന്നറിയിപ്പും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ നൽകിയിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 പണപ്പെരുപ്പം 2% കൂടി കുടുംബങ്ങൾ ദുരിതം പേറേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പുകൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അത്രയേറെ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് UK-യിലുള്ള മലയാളികൾ പറയുന്നത്. UK NHS-ൽ ജോലിയുള്ള കോട്ടയം സ്വദേശി റിതു ഡെറിക്കിന് പറയാനുള്ളത് കേൾക്കാം. UK കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് ഒരു ചർച്ചാ വിഷയമാകേണ്ട വിഷയം തന്നെയാണ്. ഇതൊരു പരിധി വരെ കറക്റ്റാണ്. ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയിട്ടുണ്ട്. വീടിൻ്റെ പ്രൈസ്, വീട് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അടുത്ത് ജോലി കിട്ടാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ഫോർ നേഴ്സസ്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് ആണ് അത് പറയുന്നതെന്നല്ല. എന്നാലും നേഴ്സസിന് ഇവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട്. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇനിഷ്യലി ഒരു സെറ്റിൽമെൻറ്റ് പ്രോബ്ലം ഏത് രാജ്യത്ത് പോകുന്നത് പോലെ ഇവിടെയും ഉണ്ട്. ആദ്യം വന്നു കഴിയുമ്പോഴത്തേക്കിനുമുള്ള ബുദ്ധിമുട്ടുകൾ മറ്റേത് രാജ്യത്ത് പോകുന്നത് പോലെ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെയും വന്നു കഴിയുമ്പോഴുണ്ട്. പിന്നെ ഇവിടുന്ന് ആൾക്കാർ ജോലി ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു, ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ന്യൂസിനെ പറ്റി കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം കറക്റ്റാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല അത് 100% കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റുഡൻറ്റ് വിസക്കാർ വന്നവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർ തിരഞ്ഞെടുക്കുന്ന അപ്രോപ്രിയേറ്റ് കോഴ്സിൻ്റെ അനുസരിച്ചിരിക്കും. ചില കോഴ്സുകൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും. അത് കറക്റ്റാണ്. പിന്നെ വീട് വാടകയ്ക്ക് കിട്ടാനായിട്ടുള്ള റെൻറ്റിങ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. വീട് റെൻറ്റ് കിട്ടുമ്പോൾ അവർ കുറച്ച് റൂൾസുകൾ കൂട്ടിയിട്ടുണ്ട്. ഗ്യാരൻറ്റീർ വേണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂളുകൾ കൂട്ടിയിട്ടുണ്ട്. കാരണം ഫോഴ്സ് ചെയ്ത് കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞതുകൊണ്ട് ഫോഴ്സ് ചെയ്ത് റെൻറ്റ് കൊടുപ്പിക്കാൻ ഇവിടെ അങ്ങനെ ഒരു റൂളില്ലാത്തത് കൊണ്ട് അവർ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഓയിൽ പ്രൈസ് കൂടി, ഡീസൽ, പെട്രോൾ വില, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. പിന്നെ അതിനേക്കാളും ഒരു കുറച്ചുകൂടെ കൂടുതൽ കാണുമായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാതെ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഉള്ളവർ എല്ലാവരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ വന്നവർ തിരിച്ചു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ന്യൂസുകളെ പറ്റി അത് കറക്റ്റാണെന്ന് 100% കറക്റ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല.
പിന്നെ ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഇവിടെ ഞാൻ പൊതുവേ കാണുന്നതും, പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഇവിടെ പുതിയ കുട്ടികൾ ധാരാളം വരുന്നുണ്ട്, അവർ വന്ന് സെറ്റിലാകുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ വന്നവരാരും എനിക്ക് തോന്നുന്നില്ല, ജോലി കിട്ടിയിട്ട് ആരും അത് ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയ അങ്ങനെയുള്ളിടത്തൊക്കെ പോകുന്നവർ കാണുമായിരിക്കും. ചിലർക്ക് ഇവിടെ വന്നു കഴിയുമ്പം അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ ആ കൺട്രിയിലോട്ടൊക്കെ പോകാനുള്ളത് കൊണ്ട് ചിലരങ്ങനെ പോകുന്നവർ. ഇപ്പം അതില്ല, ഒരു ഒരു 1-2 വർഷം മുൻപേ ധാരാളം ആൾക്കാർ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തതായിട്ട് എനിക്കറിയാം. പക്ഷേ ഇപ്പം ഇതുകൊണ്ട് ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് സെറ്റിലാകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരും അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ വേറെ പിന്നെ പൗണ്ടിൻ്റെ വാല്യൂ, അതിപ്പം പുതിയ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പൗണ്ടിൻ്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം, എല്ലാ രാജ്യങ്ങളിലും താമസിക്കുമ്പം, ഈവൻ ഇന്ത്യയിലായാലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും ജീവിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതിനേക്കാളും ഒരു പടി കൂടെ കുറച്ച് ഹൈ ആണെന്ന് പറയാം വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇത് പേഴ്സണലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഇതിനെതിരെ അഭിപ്രായമുള്ളവർ ധാരാളം പേര് കാണുമായിരിക്കും. പക്ഷേ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.